എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വരാൻ പോകുന്ന 18ാമത്തെ ലോക്സഭ ഇലക്ഷനെ പറ്റി നമുക്കൊരു അവലോകനം നടത്താം. ആദ്യമായിട്ട് ഏത് പാർട്ടി അല്ലെങ്കിൽ അലയൻസ് ആണ് ജയിക്കാനായിട്ട് സാധ്യതയുള്ളത് എന്ന് നമുക്ക് നോക്കാം. തീർച്ചയായിട്ടും പലരും പൊതുവെ അഭിപ്രായപ്പെടുന്നത് BJPക്ക് ഇതൊരു കേക്ക് വോക്ക് ആയിരിക്കും. കാരണം BJPക്ക് NDAയും വളരെ ഈസി ആയിട്ട് ജയിച്ചു ഗവൺമെൻറ് സർക്കാർ രൂപീകരിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഈ പല പണ്ഡിതന്മാരും പല മീഡിയകളും, അതായത് BJPയെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരും പിന്നെ അതുപോലെ അവരുടെ നേതാക്കന്മാരും ഒക്കെ പറയുന്നത് പോലെ അതത്ര ഈസി ആയിരിക്കണം എന്ന് ഞങ്ങൾക്ക് തോന്നുന്നില്ല. അത് ഈ ഓപ്പോസിഷൻ അണികളിൽ അല്ലെ ഓപ്പോസിഷൻ പാർട്ടികൾ അവരുടെ അലയൻസിലുള്ള വിള്ളലുകളും അല്ലെ അവരൊരു ഐക്യയില്ലായ്മയും ഒക്കെ കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് പറയുന്നത്. ഓൺ പേപ്പറിൽ ഈ BJPയും NDAയും അജയ്യരാണ്. അവർ തോൽപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഇപ്പോഴത്തെ അവരുടെ ഒരു നിൽപ്പെന്ന് പറയുന്നത്. അപ്പം പക്ഷെ പല കാര്യങ്ങളും പല ഫാക്ടേഴ്സും ചിലപ്പം ഈ അവസ്ഥയെ അല്ലെങ്കിൽ ഈ സിനാരിയോയെ മാറ്റിമറിച്ചേക്കാമെന്നുള്ളതാണ് ഞങ്ങൾക്ക് തോന്നുന്നു. പക്ഷേ ഇതിനിടയിൽ ഈ BJP എയിം ചെയ്യുന്നത് വെറും ഒരു സിമ്പിൾ മെജോറിറ്റി അല്ല, ഒരു ഗവൺമെൻറ് ഫോം ചെയ്യുന്നതിന് വേണ്ടി ഇതിൽ 170 അല്ലെങ്കിൽ 400-ൽ പരം സീറ്റുകൾ നേടണമെന്നുള്ളതാണ്. അതിനാണ് അവർ മിഷൻ 400 എന്നൊരു പേര് കൊടുത്ത ഒരു മിഷൻ അവർ മുന്നിൽ കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ BJP 400+ നേടണം എന്നുള്ള ആ ഒരു ഉദ്ദേശത്തോട് അല്ലെ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ലക്ഷ്യമിട്ടിരിക്കുന്നത്? അതിന് പല കാരണങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഈ 400 സീറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഈ ഓപ്പോസിഷൻ വളരെ തകർന്ന തരിപ്പണമായി പോകും. അവർ പവറില്ലാത്ത ഒരു എക്സിസ്റ്റ് ചെയ്യാത്ത രീതിയിലായി പോകും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ്, BJPക്ക് അവരുടെ ഇഷ്ടത്തിന് നിയമങ്ങൾ ഉണ്ടാക്കാം. പാർലമെൻറ്റിൽ യാതൊരു വിധമായ ഡിബേറ്റ്സും ഇപ്പം തന്നെ ഇത്രയും ഉണ്ടായിട്ട് പോലും പല ബില്ലുകളും ആവശ്യത്തിന് പിന്നെ ഡിബേറ്റൊന്നും ഇല്ലാതെയാണ് പാസ്സാക്കപ്പെടുന്നത്. അത് പിന്നെ അതിലും മോശമായിട്ടുള്ളൊരവസ്ഥയിലായിരിക്കും വരുന്നത്. പിന്നെ രണ്ടാമത്, ഇതിനൊരു ഒബ്ജക്ഷൻ പബ്ലിക്കിൽ നിന്ന് പോലും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും. പിന്നെ വേറൊരു വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യം, ഇപ്പം BJPയുടെ പല നേതാക്കന്മാരും പല സ്ഥലങ്ങളിലും പല സമയത്തും പറഞ്ഞിട്ടുള്ളതാണ്, അവർ ഇനിയും മൂന്നാമത് ടേം സർക്കാരിൽ ഉണ്ടാക്കിയാൽ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്ത് പിന്നെ സെക്യുലറിസം സോഷ്യലിസം പോലുള്ള വാക്കുകൾ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പ്രിയമ്പിൽ നിന്ന് എടുത്തു മാറ്റും, അതിനേക്കാൾ ഉപരി ഹിന്ദു രാഷ്ട്രമാക്കും എന്നൊക്കെ പറയുന്നുണ്ട്. വലിയ നേതാക്കന്മാരത് വളരെ എക്സ്പ്ലിസിറ്റായിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും ഇത് ചിലപ്പോൾ ഈ മറ്റുള്ള താഴേക്കുള്ള നേതാക്കന്മാരെ കൊണ്ട് ഇത് പറയിപ്പിക്കുന്നതാണോയെന്ന് ചിലപ്പോൾ പല സന്ദർഭങ്ങളിലും തോന്നാറുണ്ട്. പക്ഷേ അവർക്ക് 3/2 ഭൂരിപക്ഷം വേണം. ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് ജുഡീഷ്യറിയൊക്കെ ഇന്നത്തെ പോലെ സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ 3/2 ഭൂരിപക്ഷം വേണം. അതായത് ഇപ്പം 400+ സീറ്റൊക്കെ വരുവാണെങ്കിൽ ഓഫ്കോഴ്സ് ഇതിൽ 3/2 ഭൂരിപക്ഷം ലോക്സഭയിലാവും. പക്ഷേ ലോക്സഭയിൽ മാത്രം പോരാ, രാജ്യസഭയിലും വേണം. രാജ്യസഭയിൽ ഇപ്പോൾ അവർക്ക് 3/2 ഭൂരിപക്ഷമൊന്നുമില്ല. അപ്പോൾ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ അസംബ്ലികളിൽ കൂടുതൽ സീറ്റ് ഉണ്ടാകണം, സ്റ്റേറ്റുകൾ പിടിച്ചെടുക്കണം. അപ്പോൾ അതിന് ഓപ്പോസിഷൻ പാർട്ടികൾ പല സംസ്ഥാനങ്ങളിലും ഓരോ റീജിയണൽ പാർട്ടീസാണ് പലത്, കോൺഗ്രസ് ഒഴിച്ച് നോക്കിക്കഴിഞ്ഞാൽ. അപ്പോൾ അതെല്ലാം വീക്കായി കഴിഞ്ഞാൽ അവിടെ സീറ്റുകൾ ഇവർക്ക് കൂടുകയോ അവിടെ ഭരണം പിടിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ രാജ്യസഭയിലും 3/2 ഭൂരിപക്ഷം കിട്ടും. അപ്പം ഭൂരിപക്ഷം കിട്ടുമ്പോൾ ഈ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാൻ ഈസി ആയിരിക്കും. ഞാൻ ഈ പറയുന്നത് ഇന്നത്തെ നിയമവ്യവസ്ഥിതി അനുസരിച്ചിട്ടുള്ള കാര്യമാണ്. അപ്പം ഒരു നിയമവ്യവസ്ഥയില്ല, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ജുഡീഷ്യറിയൊക്കെ സസ്പെൻഡ് ചെയ്യുന്ന ഒരു അവസ്ഥയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ പിന്നെ 3/2 ഭൂരിപക്ഷത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. അത് ഞാനൊരു തിയററ്റിക്കലായിട്ട് അത് പറഞ്ഞു പോയെന്നേ ഉള്ളൂ. പക്ഷേ ഇതിന് വേറൊരു നെഗറ്റീവ് ഉണ്ട്. ഈ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റ് ഉണ്ട്. പുള്ളി പറയുന്നത് BJPക്ക് തന്നെ അറിയാം ഈ 370 സീറ്റ് ഒന്നും അവർക്ക് കിട്ടില്ല, 400-ൻ്റെ കാര്യം പോട്ടെ, കിട്ടില്ല എന്ന് അറിയാം. പക്ഷേ അവരിത് ചെയ്യുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇത് മിഷൻ 400 എന്ന് പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നതുകൊണ്ട് എന്ത് പറ്റി, ഇപ്പോൾ NDA ആണോ ജയിക്കുന്നത്, ഇന്ത്യ അലയൻസ് ആണോ ജയിക്കുന്നത് എന്നുള്ള ഒരു നരേറ്റീവിൽ നിന്നും
BJPക്കും അല്ലെങ്കിൽ 370 സീറ്റ് കിട്ടുമോ 400 സീറ്റ് കിട്ടുമോ എന്നുള്ള ഒരു 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 നരേറ്റീവിലേക്ക് മാറി എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇത് ഈ ഓപ്പോസിഷൻ പാർട്ടികളെ ഡിമോറലൈസ് ചെയ്യും. അവർ ഇത് ഞങ്ങൾ ജയിക്കുമോ അവർ ജയിക്കുമോ ഞങ്ങൾ ജയിക്കുമോ എന്നുള്ളതല്ല ഇപ്പോൾ അവരുടെ ലക്ഷ്യം എന്ന് പറയുമ്പോഴത്തേക്ക് ഡിമോറലൈസ് ആയിപ്പോവും. അപ്പോൾ അങ്ങനെ വരുമ്പം പല അലയൻസിൽ നിന്ന് പല ഓപ്പോസിഷൻ പാർട്ടികളും മാറിപ്പോവും എന്നുള്ളതാണ് സത്യം. ഇപ്പം ആ JD ഒക്കെ പോയ പോലെ തന്നെ മനസ്സിലായി, അങ്ങനെ പല പാർട്ടികളും വിട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതാണ് ഈ ടോട്ടൽ നരേറ്റീവിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത്. ഓക്കെ, ഈ 400+ സീറ്റ് NDA BJPക്ക് ലഭിക്കാൻ സാധ്യതയുണ്ടോ? ഇന്നത്തെ ഇത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജയിക്കുന്നത് തന്നെ ചിലപ്പം പ്രയാസകരമായി മാറിക്കൂടാന്നില്ല. ഇപ്പം BJPക്ക് ഹിന്ദി ബെൽറ്റുകളിൽ, അതായത് ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, മധ്യപ്രദേശിലൊക്കെ അവർ ഓൾറെഡി കിട്ടാവുന്നതിൻ്റെ മാക്സിമം സീറ്റ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ കർണാടകയിലൊക്കെ. അപ്പം ഈ സീറ്റുകളിൽ എന്തെങ്കിലും കുറവുകൾ വന്നു കഴിഞ്ഞാൽ അത് BJPക്ക് കുറയുകയും അതുപോലെ മറ്റ് ഓപ്പോസിഷൻ പാർട്ടിക്ക് ഇന്ത്യ അലയൻസ് ഒന്ന് കൂടുകയും ചെയ്യുന്നൊരവസ്ഥയാണ്. പിന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇവർക്ക് ഇതുവരെ ഇല്ലാത്ത സൗത്ത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ, കർണാടക ഒഴിച്ചുള്ള സംസ്ഥാനങ്ങളിലൊക്കെ എത്രമാത്രം ഇത് ചെയ്യാമെന്നൊക്കെ ഉള്ളതിൻ്റെ ബേസിസിലായിരിക്കും ഇത് സംഭവിക്കാൻ പോകുന്നത്. പക്ഷേ എനിവേ അതത്ര ഈസി ആയിരിക്കത്തില്ല. ജയിക്കുന്നത് തന്നെ ചിലപ്പോൾ നടന്നില്ല എന്ന് വരാവുന്നൊരവസ്ഥയാണ്. അപ്പോൾ 400 എന്ന് പറയുന്നത് ഒരു ആഗ്രഹമാണ്. പക്ഷേ BJPക്ക് റിസോഴ്സസ് ഉണ്ട്. അവർ നല്ല ഓയിൽഡ് മിഷനായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ അവർ സെൻട്രൽ ഏജൻസികളെയും EDയെയും ITയും ഈ CBI ഒക്കെ ഉപയോഗിച്ച് ഓപ്പോസിഷനെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ അക്കൗണ്ടുകൾ ഫീസ് അവരെ ഡ്രെയിൻ ചെയ്ത് അവർക്ക് ഒരു ഡിസഡ്വാൻറ്റേജ് സിറ്റുവേഷനിലാക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതുപോലെ ഇലക്ട്രോൾ ഫണ്ട്സിൽ കൂടെ കണ്ടമാനം ഫണ്ട് അവർക്ക് കിട്ടിയിട്ടുണ്ട്. സോ ഇതെല്ലാം അവർക്ക് ഡിസ്അഡ്വാൻറ്റേജസ് ആണ്ട് വരുവാണ്. പക്ഷേ ഓപ്പോസിഷൻ നല്ല സ്ട്രോങ് യൂണിറ്റി ഉണ്ടാവുകയും അവർ പിന്നെ എല്ലാ പാർട്ടികളും ഒന്നിച്ച് നിൽക്കുകയൊക്കെ ചെയ്യുക. അപ്പം ഇപ്പം തന്നെ ഫോർ എക്സാമ്പിൾ ഇപ്പം വെസ്റ്റ് ബംഗാളിൽ തൃണമൂൽ കോൺഗ്രസ് സെപ്പറേറ്റ് ആയിട്ട് മത്സരിക്കുന്നു. പിന്നെ കേരളത്തിലെ CPM കോൺഗ്രസ് ഇങ്ങനെ വരുമ്പോഴത്തേക്ക് അവർ പല സംസ്ഥാനങ്ങളും ഒന്നിച്ചാണ് നിൽക്കുന്നെങ്കിൽ പല സംസ്ഥാനങ്ങളിലും സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അപ്പം അവർ തമ്മിലുള്ള ഫൈറ്റിലാണ് BJPക്ക് ആയിരിക്കും അത് പലയിടത്തും ഗുണം ചെയ്യുന്നത്. എസ്പെഷ്യലി ഇപ്പം വെസ്റ്റ് ബംഗാളിൽ അതൊരു കാരണമാകാം. അപ്പം പറഞ്ഞു വന്നത് എന്താണെന്ന് ചോദിച്ചാൽ BJPക്ക് 400 സീറ്റ് കിട്ടുക എന്ന് പറയുന്നത് എന്തായാലും വളരെ പ്രശ്നമായിരിക്കും. പക്ഷേ ഒരു സീറ്റ് നമ്പർ കൂട്ടുമോ എന്നുള്ളതാണ് ഇത് നോക്കിക്കാണുന്നത്. പക്ഷേ ചിലപ്പോൾ അവർക്ക് മെജോറിറ്റി കിട്ടാതിരിക്കാനും വേണ്ടി. പക്ഷേ അത് ഞാൻ പറഞ്ഞതുപോലെ ഓപ്പോസിഷൻ ശരിക്കും ഒന്നിച്ച് നിൽക്കുകയും അതുപോലെ തന്നെ BJPക്ക് എഗൻസ്റ്റ് ആയിട്ടുള്ള കറപ്ഷൻ അലിഗേഷൻസ്, അതുപോലെ അൺഎംപ്ലോയ്മെൻറ്റ് സിറ്റുവേഷൻസ്, പിന്നെ അതുപോലെ ഈ ജനാധിപത്യ സ്ഥാപനങ്ങളെയും ഒക്കെ തകർക്കുന്ന അവരുടെ നിലപാടുകളെ അവരുടെ ആക്ഷൻസിനെയും ഒക്കെ തുറന്നു കാട്ടുകയും ജനങ്ങൾ അതിനെഗൻസ്റ്റായിട്ട് പ്രതികരിക്കുന്ന രീതിയിലാക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ 400+ പോയിട്ട് ചിലപ്പോൾ ജയിക്കാൻ തന്നെ പറ്റിയില്ലെന്ന് വരും. ഓക്കെ, ഇനി ജനങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് നോക്കാം. ഇപ്പം ഞങ്ങളുടെ കാര്യം എടുത്താൽ ഇപ്പം ഇന്നത്തെ BJPയുടെ ഒരു ട്രാക്ക് റെക്കോർഡ്, അതായത് ജനാധിപത്യത്തിൻ്റെ കാര്യങ്ങളിൽ, ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ കാര്യങ്ങളിൽ, പിന്നെ അതുപോലെ സെക്യുലറിസത്തിൻ്റെ കാര്യത്തിൽ, മൈനോറിറ്റീസോടുള്ള നിലപാടുകളുടെ കാര്യത്തിൽ ഒക്കെ നോക്കുവാണെങ്കിൽ ഞങ്ങൾക്ക് മൂന്നാമത്തെ ടേമിൽ പിന്നെ NDA BJPയും സർക്കാരുണ്ടാക്കണം, അല്ലെ അധികാരത്തിൽ വരണമെന്ന് ആഗ്രഹമില്ല. ഒരു ഓപ്പോസിഷൻ തന്നെ വരണമെന്നുള്ളതാണ് ആഗ്രഹം. പക്ഷേ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ ഓപ്പോസിഷനിൽ യൂണിറ്റി ഇല്ലാത്ത ഒരു അവസ്ഥയായതുകൊണ്ട് എത്രമാത്രം അത് ജയിക്കാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് ആക്ച്വലി ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ആ ഓപ്പർച്യൂണിറ്റി എന്തുമാത്രം കറക്റ്റായിട്ട് അവർക്ക് യൂസ് ചെയ്ത് BJPയെ NDAയെയും തോൽപ്പിക്കാൻ പറ്റുമെന്നുള്ളത് സംശയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പല സംസ്ഥാനങ്ങളിൽ ഇവർ സെപ്പറേറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. അങ്ങോട്ട് അവർ തമ്മിൽ തന്നെ ഫൈറ്റ് ചെയ്യുകയാണ്. ഇതിനിടയിൽ BJPക്കായിരിക്കും പലയിടത്തും ഗുണം ചെയ്യുന്നത്. അത് അത്ര അഭികാമ്യമാണ്. പിന്നെ അഥവാ ഇവർ ജയിച്ചു വന്നാൽ തന്നെ ഈ ഒരു സിറ്റുവേഷനിൽ ഈ രാജ്യത്തിൻ്റെ എക്കണോമിക്കും അല്ലെ സെക്യൂരിറ്റിക്കും ഒക്കെ ഈ
ഒരു ഗവൺമെൻറ് ഉണ്ടാക്കി അതിനകത്ത് പാർട്ടികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്നൊരവസ്ഥ എന്ന് പറയുന്നത് ഒരു അഭികാമ്യമായിട്ടുള്ള കാര്യമല്ല. പക്ഷേ അതേപോലെ തന്നെ ഈ ബി ജെ പിക്ക് അല്ലെ എൻ ഡി എക്കും 400+ കൂടുതൽ സീറ്റുകൾ കിട്ടുന്നത് ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. ബിക്കോസ് അത് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻഡ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അത് മൈനോറിറ്റീസിന് എഗൻസ്റ്റായിട്ട് യൂസ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഈ വോട്ടേഴ്സിൻ്റെ ഡെലിമ എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് ഈ സ്റ്റെബിലിറ്റി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് വേണമെന്ന് ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ ഹിന്ദുക്കളുടെ ഗ്ലോറി അല്ലെ പ്രൈഡ് ഒക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ബി ജെ പി തന്നെ ആയിരിക്കും ബെസ്റ്റായിട്ടുള്ള ഓപ്ഷൻ. അതേസമയം ഡെമോക്രസി നിലനിൽക്കണം, ഒരു നോൺ പാർട്ടിസാൻ ഗവൺമെൻറ്റ്സ്, അല്ലെങ്കിൽ എല്ലാവരെയും ചേരിതിരിവില്ലാത്ത ഒരു ഭരണം വേണം, ഇനീക്വാലിറ്റി എക്കണോമിക് ഡെവലപ്മെൻ്റ് അല്ല ഇനീക്വാലിറ്റി കുറവുള്ള ഒരു സംവിധാനം ഉണ്ടാകണം. പിന്നെ അതുപോലെ ഈ മറ്റ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെ വാല്യൂ കൊടുക്കുകയൊക്കെ ചെയ്യുന്ന അങ്ങനൊരു ഇത് ആഗ്രഹിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ചോളം ഓപ്പോസിഷൻ, ഇന്ത്യ അലയൻസ്, പർട്ടിക്കുലർലി കോൺഗ്രസ് അധികാരത്തിൽ വരണമെന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ അതുപോലെ ഇപ്പോൾ CA UCC യൂണിഫോം സിവിൽ കോഡ്, CA പോലുള്ള നിയമങ്ങൾ പ്രാവർത്തികമാക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് BJP തന്നെ ആയിരിക്കും ബെസ്റ്റ്. മറ്റേ ഈ രണ്ട് കാര്യങ്ങളും ഇന്ത്യ അലയൻസ് ഏറ്റെടുക്കുമെന്ന് തന്നെ തോന്നുന്നില്ല. പക്ഷേ BJP ഏറ്റെടുക്കും എന്നുള്ളത് തീർച്ചയാണ്. പക്ഷേ അത് അവർ ഞങ്ങളത് UCCക്കൊക്കെ താല്പര്യമുള്ള അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അത് കറക്റ്റ് രീതിയിൽ ചെയ്ത്, പക്ഷേ ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ ചെയ്ത ഒരു ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ സ്പിരിറ്റിലൊന്നും ആയിരിക്കത്തില്ല അത് ചെയ്യുന്നത്. അത് ഡയലൂട്ട് ചെയ്തതിനകത്ത് വെള്ളം ചേർത്താണ് അത് അവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷെ അങ്ങനെയാണെങ്കിൽ അത് ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. പറഞ്ഞു വന്നത് അപ്പോൾ അതായിരിക്കും, ഇങ്ങനെയായിരിക്കും ജനങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതൊരു ചരിത്രപരമായ ഒരു വളരെ പ്രാധാന്യമർഹിക്കുന്ന ഒരു ഇലക്ഷൻ ആയിരിക്കുമല്ലോ. തീർച്ചയായിട്ടും ഇത് നമ്മുടെ ഇതുവരെയുള്ള ചരിത്രത്തിൻ്റെ ഒരു നാഴികക്കല്ലാണ് ഈ ഇലക്ഷൻ ആകുന്നത്. ബിക്കോസ് ഇത് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഭാവിയിൽ എങ്ങനെ ആയിരിക്കുമെന്ന് ഒരു പരിധി വരെ തീരുമാനിക്കുന്ന ഒരു ഇലക്ഷനാണ്. നമ്മുടെ ഭാവിയിലെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെ ആയിരിക്കും, ഭാവിയിൽ ഇവിടെ എങ്ങനെയായിരിക്കും ജനങ്ങൾ ജീവിക്കുന്നത്, ഏതൊക്കെ ആൾക്കാർക്ക് അവകാശമുണ്ടാവും, അവകാശമില്ലായിരിക്കും, എല്ലാവർക്കും ഒരു തുല്യ അവകാശം, ഇങ്ങനെ പല കാര്യങ്ങളും തീരുമാനിക്കപ്പെടുന്ന ഒരു ഇതായിരിക്കും. ഇവിടെ വീണ്ടും ഒരു ഇലക്ഷൻ ഉണ്ടാകുമോ, അതോ ഇതൊരു ഓട്ടോക്രാറ്റിക് ഭരണമായിരിക്കുമോ മുന്നോട്ട് പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ഇത് ചെയ്യുന്നതാണ്. അപ്പം BJP ജയിക്കുക എന്ന് പറയുന്നത് ഓപ്പോസിഷനെ ഡിമോറലൈസ് ചെയ്യും, അവരുടെ അലയൻസിൽ നിന്ന് പല പാർട്ടികളും പോവും, അത് വീണ്ടും വീക്കനാവും. ഇനിയും BJPക്ക് 400 സീറ്റ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ പിന്നെ ഓപ്പോസിഷൻ്റെ കാര്യം നോക്കുക വേണ്ട, അതോടുകൂടി തീരും ഇത്. പിന്നെ ഒരു ഒറ്റ പാർട്ടി ഭരണം പോലെ ഇതിങ്ങനെ കുറേ ആൾ മുന്നോട്ട് പോകത്തില്ല. പിന്നെ ഇന്ത്യ അലയൻസ് ജയിക്കുവാണെങ്കിൽ, ബാക്കി എല്ലാ കാര്യങ്ങളും പറഞ്ഞു അത് പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറഞ്ഞാൽ അവർ ജയിക്കുവാണെങ്കിൽ അത് ഒരു മൊറൽ ബൂസ്റ്റർ ആയിരിക്കും ഓപ്പോസിഷൻ പാർട്ടിക്ക്. പിന്നെ ചിലപ്പോൾ അവർക്ക് വീണ്ടും ഒന്നിച്ച് നിൽക്കാനും ഒക്കെയുള്ള ഒരു കാരണം കൂടെ ആകാമായിരിക്കും. പക്ഷേ അത് NDAയ്ക്കും BJPക്കും ഒരു സിഗ്നലൂടെയാണ്. അതായത് ഈ മറ്റുള്ള പാർട്ടികൾക്കും ഇവിടെ ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്നും അവരോട് ഇവർ ഭരണത്തിലിരുന്നപ്പം കാണിച്ച കാര്യങ്ങളൊക്കെ തിരിച്ച് അവരിങ്ങോട്ടും ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നൊക്കെയുള്ള ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതൊരു സിഗ്നലായിരിക്കും. അല്ലെങ്കിൽ എന്തും എങ്ങനെയും ചെയ്യാമെന്നും ഇതിനൊന്നും തിരിച്ചടി ഉണ്ടാകത്തില്ല എന്നുള്ളൊരു ധാരണയിൽ പോകുന്നത് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു സിറ്റുവേഷനാണ്. ഈ ഇലക്ഷൻ ഫെയർ ആയിരിക്കുമോ? ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുവാണെങ്കിൽ ഫെയർ ആകാനുള്ള സാധ്യത, ഒരു ലെവൽ പ്ലേയിങ് ഗ്രൗണ്ട് ഇല്ല എന്നുള്ളതാണ് കാര്യം. ഇപ്പോൾ ഈ ഇലക്ട്രോറൽ ബോണ്ടിൻ്റെ കാര്യം തന്നെ നോക്കിക്കഴിഞ്ഞാൽ BJPക്ക് വളരെ വലിയ എമൗണ്ടുകളാണ് കിട്ടിയിട്ടുള്ളത്. മറ്റുള്ള പാർട്ടികൾക്ക് ഒന്നിച്ച് നിൽക്കുമ്പം കൂട്ടുന്നത് ഓരോ പാർട്ടിക്ക് നോക്കുവാണെങ്കിൽ വളരെ കുറച്ച് പൈസ ആണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ഓപ്പോസിഷൻ പാർട്ടികളിലെ
ബാങ്ക് അക്കൗണ്ട് ഫ്രീസ് ചെയ്യുക, അവർക്ക് ഇലക്ഷന് പ്രചരണം നടത്താനുള്ള പൈസ ഇല്ലാതാക്കുക, മറ്റ് ഓപ്പോസിഷൻ ലീഡേഴ്സിനെ അറസ്റ്റ് ചെയ്യുക, ജയിലിലാക്കുക, പിന്നെ അതുപോലെ അവരെ ഭയപ്പെടുത്തി ED കൊണ്ടും മറ്റുള്ള ഏജൻസികളെ ഭയപ്പെടുത്തി അവരെ BJP ചേർക്കുക, അല്ലെങ്കിൽ അവരെ ജയിലിലടയ്ക്കുക എന്നുള്ള ഭീതി കൊടുത്തിട്ട് BJP ചേർക്കുക. ഇങ്ങനെ അതുപോലെ ഈ ഇലക്ഷൻ കമ്മീഷൻ മെമ്പേഴ്സിനെ ഗവൺമെൻറ്റിൻ്റെ താല്പര്യം അനുസരിച്ച് നിയമിക്കുക. ഇങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് പിന്നെ ഫെയർ ആണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് തന്നെ പറയേണ്ടി വരും. എന്താണ് VVPAT എന്ന് പറയുന്നത് വോട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്ന ഒരു സിസ്റ്റമാണ്. അതായത് നമ്മളിപ്പം EVM, അതായത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനാണല്ലോ വോട്ട് ചെയ്യുന്നത്. അപ്പോൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് വോട്ട് ചെയ്ത ആൾക്ക് ആ ആൾ ചെയ്ത ഇന്നാർക്കാണോ വോട്ട് ചെയ്തത് അതങ്ങനെ തന്നെ റെക്കോർഡ് ചെയ്തെന്ന് അറിയാനുള്ളൊരു സംവിധാനമില്ല ഇപ്പോൾ. ഈ VVPAT എന്ന് പറയുന്നതാണ് അത്. പിന്നെ അതിനൊരു അത് ഒരു പേപ്പർ സ്ലിപ്പാണ്. നമ്മൾ വോട്ട് ചെയ്ത അത് പേപ്പർ സ്ലിപ്പിൽ കൊണ്ടുവരുമ്പോൾ അത് കാണുമ്പം ഈ വോട്ടർക്ക് അറിയാം, ഓക്കെ, ആ ഇലക്ട്രോണിക്കായിട്ട് ചെയ്തിട്ടുള്ള വോട്ട് ഈ ആൾക്ക് തന്നെയാണ് എന്നുള്ളൊരു കൺഫേമാണ്. അപ്പം ഈ ആസ് ഓഫ് നൗ ഒരു നിയോജകമണ്ഡലത്തിലെ 5 EVM മെഷീൻ്റെ VVPAT മാത്രമേ ചെയ്യുന്നുള്ളൂ. മനസ്സിലായില്ലേ? ഓപ്പോസിഷൻ പറയുന്നത് 100% ചെയ്യണം. കാര്യം പല സന്ദർഭങ്ങളിലും ഇത് VVPATും ഈ ഇലക്ട്രോണിക് വോട്ടിങ്ങിലെ റിസൾട്ടും തമ്മിൽ വ്യത്യാസങ്ങളുണ്ടായിട്ടുണ്ട്. ഇപ്പം നമ്മുടെ സുപ്രീം കോടതി ഇപ്പോൾ ഇങ്ങനൊരു ആവശ്യം ഉന്നയിച്ച് വന്ന ഒരു കേസിൽ ഇലക്ഷൻ കമ്മീഷനോട് നോട്ടീസ് അയച്ചിട്ടുണ്ട് ഇതിന് മറുപടി പറയാൻ. എന്തുകൊണ്ട് 100% എണ്ണിക്കൂടാ എന്നുള്ളത്. അപ്പോൾ അതിന് പല കാരണങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഒത്തിരി സമയം എടുക്കും, ഒത്തിരി റിസോഴ്സസ് വേണമെന്നൊക്കെയുള്ള കാര്യം. എനിവേ അത് കോടതിയുടെ വിധി പറയും. പല രാജ്യങ്ങളും EVM പരിഷ്കരിച്ചിട്ട് വേണ്ടാന്ന് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഇതിനകത്ത് ഒത്തിരി അലിഗേഷൻസ് ഉണ്ടായിരുന്നു. ഇത് മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി അലിഗേഷൻ ഉണ്ട്. അവർ പഴയ പഴയ മെത്തേഡിലേക്ക് പേപ്പർ ബാലറ്റ് വോട്ടിങ്ങിലേക്ക് മടങ്ങിപ്പോയെന്നുള്ളതാണ് സത്യം. ഓക്കെ, നമുക്കിതെങ്ങനെ കൺക്ലൂഡ് ചെയ്യാം? വോട്ട് ചെയ്യാനുള്ള അവകാശമുള്ളവരെ തീർച്ചയായിട്ടും വോട്ട് ചെയ്യണം ഈ ഇലക്ഷനിൽ. കാര്യം ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വഴിത്തിരിവിൽ നിൽക്കുന്ന, ഒരു വഴിത്തിരിവാകുന്ന ഒരു ഇലക്ഷനാണ്. അപ്പോൾ അതുകൊണ്ട് വോട്ട് ചെയ്യാതിരിക്കരുത്. വോട്ട് ചെയ്യുന്നത് വൈസായിട്ട് ചെയ്യണം. അത് ഞങ്ങൾ പറഞ്ഞ പോലെ ഓരോരുത്തർക്കും ഓരോ ഒബ്ജക്റ്റീവ് ഉണ്ട്. ഇപ്പം എന്തുകൊണ്ട് ഇന്ന പാർട്ടിക്ക്, അപ്പോൾ അതനുസരിച്ചിട്ട് വൈസായിട്ട് ആലോചിച്ച് ചെയ്യുക. അത് വെറുതെ ആരെങ്കിലും പറഞ്ഞതുകൊണ്ട് പറയാതെ അവനവനെ ആഗ്രഹിച്ചു എൻ്റെ ആവശ്യം എന്താണ്, എനിക്ക് എങ്ങനെയാണ് ഈ രാജ്യം നാളെ ഉണ്ടായിരിക്കേണ്ടത്, എൻ്റെ ഫ്യൂച്ചർ ജനറേഷൻ എങ്ങനെയായിരിക്കണം ഈ രാജ്യം ഉണ്ടായിരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കി വോട്ട് ചെയ്യുക. അതാണ് പറയാനുള്ളത്. എല്ലാവരും ആരും തന്നെ വോട്ട് നഷ്ടപ്പെടുത്താതെ എല്ലാവരും വോട്ട് ചെയ്യുക. അവസരം നഷ്ടപ്പെടുത്തരുത്. നന്ദി, നമസ്കാരം. ഓക്കെ, താങ്ക് യു.